ടി കെ ഗോവിന്ദനും ഭാര്യയും കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടി മുൻ സെക്രട്ടറിയുടെ വീട്ടിലെത്തുകയും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും വിനീഷ് കോടിയേരിയും വളരെ ഹാർദമായി അവരെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവർ നന്നായി സംസാരിച്ചു, മ്യൂസിയം കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം വിനോദിനി എന്ന് പറയുന്ന സഹോ കോടിയേരിയുടെ ഭാര്യ വളരെ കൃത്യമായി, അത് കോടിയേരിയുടെ ഭാര്യ മാത്രമല്ല, പഴയ സഖാവ് രാജഗോപാലിന്റെ മകളുമാണ്, അങ്ങനെ പാർട്ടി പാരമ്പര്യം ഇല്ലാത്ത ആളൊന്നുമല്ല. അവർ വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, വർഗവഞ്ചകൻ എന്നും കള്ളനെന്നും കുലംകുത്തി എന്നും പാർട്ടിക്കാർ ആക്ഷേപിക്കുകയും കൂവി വിളിക്കുകയും ചെയ്ത ആളാണ് ടി കെ ഗോവിന്ദൻ. ഗോവിന്ദന്റെ കൂടെ ഗോവിന്ദന്റെ ഭാര്യ പോലും ഇല്ല എന്ന് പോസ്റ്റ് ഇട്ട ആളാണ്. ഗോവിന്ദൻ വളരെ വളരെ സൗമനസ്യത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് പറയുന്നത് അദ്ദേഹം വർഗവഞ്ചകനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. വീട്ടിൽ വരുന്ന ഒരാളോട് വർഗവഞ്ചകനാന്ന് വിളിക്കേണ്ട കാര്യമില്ല. അത്ര ശത്രു ആയാലും ഇപ്പൊ എതിർ പാർട്ടിക്കാരും നമ്മുടെ വീട്ടിൽ വരാം. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, ഒരു എതിർ പാർട്ടിക്കാർ വരുന്ന അനുഭവമായിരുന്നില്ല. സഖാവ് കോടിയേരിയുടെ വളരെ അടുത്ത സുഹൃത്താണ് എന്ന് മാത്രമല്ല, സഖാവ് കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് പണ്ട് ടി കെ ഗോവിന്ദൻ മുമ്പ് പറഞ്ഞതാണ്. അതേ വാചകം ഏതാണ്ട് അതുപോലെ തന്നെ വിനോദിനിയും പറയുന്നു. എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ വലിയ രീതിയിൽ പാർട്ടിയെ അംഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം കൊണ്ടാണ് പാർട്ടി സംഘടനയിൽ ഇത്ര ഛിദ്രമുണ്ടായത് എന്ന വാദം അംഗീകരിക്കുന്നു ഇദ്ദേഹം കോടിയേരിയുടെ സുഹൃത്താന്ന് പറയുന്നു. ഈ പറഞ്ഞതുപോലെ പാർട്ടി വർഗശത്രു എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിൽ കയറ്റില്ല കണ്ണൂർ രാഷ്ട്രീയം അനുസരിച്ച്. അതാണ് പ്രശ്നം. ഇവിടെ അതൊക്കെ ആ സ്വീകാര്യത കിട്ടുന്നു. എന്തുകൊണ്ടാണ് സ്വീകാര്യത കിട്ടുന്നത്? ആ സ്വീകാര്യത കൊടുക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വളരെ ലളിതമാണ്. തളിപ്പറമ്പിലും പയ്യന്നൂരും പാർട്ടി സഖാക്കളിൽ നല്ലൊരു പങ്ക് കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും വോട്ട് ചെയ്തു എന്നുള്ളത് വളരെ ലളിതമാണ്. അവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഈ സ്വരാജ് പറയുന്ന പോലെ അലസമനോഭാവം കൊണ്ടോ 2 വർഷമായില്ല 5 വർഷം വേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് വോട്ട് ചെയ്തതല്ല. കൃത്യമായി അവിടെ സംഘടനാപരമായും രാഷ്ട്രീയമായും ഉള്ള കാരണങ്ങൾ അവിടെയുണ്ട്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അതിന്റെ കണക്ക് പുറത്തു വിട്ടു, അതേപറ്റി പുസ്തകം എഴുതി വിട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ടും കെ രാഗേഷിനെ പോലെ, ഞാൻ മണ്ടെന്ന് പോലും പറയില്ല, ഒരു മനുഷ്യൻ സെക്രട്ടറി എന്ന് പറയണത്, അദ്ദേഹം ജില്ലാ സെക്രട്ടറി വന്ന് പറയുകയാണ്, കണക്ക് ഞങ്ങൾക്ക് ആരും കാണിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ബഹുജനങ്ങളോട് പറയും. ബഹുജനം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അനുഭാവികളൊക്കെ ചേർത്തിട്ടായിരിക്കും, പാർട്ടിയുടെ ബഹുജന സംഘടനയിലുള്ള ആളുകൾക്ക് ചേർത്തിട്ടായിരിക്കും, അവരോട് പറയും. പക്ഷെ പൊതുജനത്തോട് പറയില്ല. ആ ഭാഷ എന്താന്ന് ഗോവിന്ദനും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഗോവിന്ദനോട് പറഞ്ഞു എനിക്ക് അതിന്റെ വ്യത്യാസം അറിയില്ല. പക്ഷേ പാർട്ടിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്ത 30,000-ലധികം ആളുകളെങ്കിലും ഇത്തവണ മാറി വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ 50,000 വോട്ടിന് ജയിച്ച ഒരാൾ 5,000 വോട്ടിനോ 6,000 വോട്ടിനോ തോൽക്കുക. അപ്പൊ 30,000 പാർട്ടി മെമ്പർമാരെ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളെ, പാർട്ടി ഗ്രാമങ്ങളിലെ പാർട്ടി അനുഭാവികളെ ദേശാഭിമാനി വരുത്തുന്നവരെ ബാലസംഘത്തിൽ, CITU-ൽ, കർഷക സംഘത്തിൽ, മഹിളാ സംഘത്തിൽ അല്ലെങ്കിൽ മഹിളാ അസോസിയേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഏതെങ്കിലും സംഗതി വർഗ അല്ലെങ്കിൽ ഏതെങ്കിലും സഹകരണത്തിനൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ആളുകൾ. അവരുടെ ഇടയിൽ നിന്ന് 30,000 ആളുകൾ എന്തുകൊണ്ട് മാറി വോട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് കഥ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതിന്റെ ലക്ഷണമാണ് കോടിയേരിയുടെ ഭാര്യയുടെ സ്വീകരണം, കോടിയേരിയുടെ വീട്ടിലെ സ്വീകരണം. ബിനീഷ് പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്നും പറയില്ല, പബ്ലിക്കായി പറയില്ല, ഞാൻ പാർട്ടിയിൽ പറയും. പാർട്ടിയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നറിയില്ല. കാരണം പാർട്ടിയിൽ പറഞ്ഞാൽ കേൾക്കാനുള്ള ഒരാൾ ഈ പാർട്ടിക്കകത്തില്ല. പാർട്ടി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. പാർട്ടി ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം എന്താ? സത്യസന്ധതയും സുതാര്യതയും വേണം. പാർട്ടി മെമ്പർമാർക്കിടയിലെങ്കിലും വേണം, പാർട്ടി അനുഭാവികൾക്കിടയിൽ, പാർട്ടി പിന്തുണയ്ക്കുന്നവർക്കിടയിൽ സുതാര്യത വേണ്ടേ? ആ സുതാര്യത ഉണ്ടായോ? ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി പ്രകടനത്തിന് വന്ന ആളുകൾ, മീറ്റിങ്ങിന് വന്ന ആളുകൾ പോലും കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും വോട്ട് ചെയ്തു എന്ന് ക്ലിയർ അല്ലേ? അപ്പൊ പിന്നെ സഖാവ് കോടിയേരിയുടെ ഭാര്യ പറഞ്ഞാൽ എന്താ അത്ഭുതം?
കോടിയേരിയുടെ ഭാര്യയും പോയി വോട്ട് ചെയ്തിട്ടുള്ള എതിരായിരിക്കുന്നത് ഞാൻ വിചാരിക്കണം, അറിയില്ല. പാർട്ടിക്കെതിരായി വോട്ട് ചെയ്തിട്ടുണ്ടാവാം. കാരണം അവർക്ക് അത്ര ദേഷ്യമുണ്ട് ഈ പാർട്ടിയുടെ സുതാര്യതയില്ലാത്തതിൽ. സെക്രട്ടറി എന്ന് പറയുന്നത് കോമാളികളായി മാറിയ ഒരു ഘട്ടത്തിൽ, സംസ്ഥാന സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ ഒക്കെ. അതിന് കാരണം എന്താ? ഈ ജനാധിപത്യം എന്ന് പറയുന്ന, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന കേന്ദ്രീകൃത ജനാധിപത്യം എന്നൊരു മാങ്ങാത്തോലി, യാതൊരു കാര്യമില്ല ഇപ്പോൾ. കാരണം ഒരു ജനാധിപത്യം സുതാര്യമായ ഒരു സൊസൈറ്റിയിൽ കേന്ദ്രീകൃത ജനാധിപത്യം എന്നൊന്നും വർക്ക് ചെയ്യാൻ പോലുള്ള. കേന്ദ്രീയ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? മോളിൽ നിന്ന് നേതാവ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അനുസരിക്കുക, നേതൃത്വം പറയുന്ന അനുസരിക്കുക. ഈ നേതൃത്വം വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതല്ലേ. ഇതിലും വലിയ തോൽവി 1977 പാർട്ടിക്ക് ഉണ്ടാവുന്ന കാലത്ത് തെരഞ്ഞെടുപ്പിൽ, എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്, ഞാൻ ആദ്യം പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായിട്ടും ഏതാണ്ട് ഇതിന് സമാനമാണ്. ഇപ്പോൾ ഏതാണ്ട് അത്ര തന്നെ കിട്ടിയിട്ടുള്ളൂ. 27 സീറ്റാണ് അന്ന്, 29 സീറ്റാണ് അന്ന് കിട്ടിയത്. പാർട്ടിക്ക് തന്നെ 27 സീറ്റ് കിട്ടി. ഇപ്പോഴും അത്ര കിട്ടിയിട്ടുള്ളൂ. CPI അന്ന് പുറത്തായിരുന്നു. ഇപ്പൊ CPI കൂടുതലുണ്ട്, ഒരു 7 സീറ്റും കൂടി കൂട്ടാം, അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും ആരും പാർട്ടി നേതൃത്വത്തെ തെറി പറഞ്ഞിട്ടില്ല. പാർട്ടിയിൽ നിന്ന് ആരും റബലായി പോയി മത്സരിച്ചിട്ടില്ല. വല്ലപ്പോഴും ഒരു MP രാഘവനോ ഗൗരിയമ്മയോ ഒക്കെ വിട്ടുപോകുന്ന ചില സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതാണോ? പാർട്ടിയുടെ XMLA-മാർ, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, പാർട്ടി ഏരിയ സെക്രട്ടറി, എത്ര ആളുകൾ, അതിൽ 3 പേര് LDF നിന്നും BJPയിലേക്ക് പോയി, 2 ആൾ CPI നിന്നും, 1 ആൾ CPM നിന്നും. ഇത് ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? പാർട്ടി അണികൾ പാർട്ടിക്കെതിരായി വോട്ട് ചെയ്ത് ഇതിങ്ങനെ പോണത് ശരിയല്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് അതിലേക്ക് വരിക? കറക്ഷൻ. എന്ത് കറക്ഷനായി പാർട്ടിക്ക് സാധ്യമാവുക? പാർട്ടിക്ക് കറക്ഷൻ സാധ്യമല്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഈ പറഞ്ഞ പോലെ നേതൃത്വം. നമ്മുടെ ഈ പാർട്ടിയുടെ നേതൃഘടനയിൽ മൊത്തം തൻ്റെ ആളുകളെ കൊണ്ട്, അതിലെ പെണിയാളുകളെ കൊണ്ട്, ന്യായീകരണ തൊഴിലാളികളെ കൊണ്ട് നിറച്ചിരിക്കുക. ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നു, ഇന്നോ കൂടുന്നു, നാളെ കൂടുന്നു, എനിക്കറിയില്ല. ആരെങ്കിലും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി, സഖാവേ നമുക്ക് തെറ്റുപറ്റി, അങ്ങയുടെ പടം, സഖാവിന്റെ പടം കേരളത്തിൽ മുഴുവൻ വെച്ച് തെറ്റായി പോയി, MV ഗോവിന്ദൻ തെറ്റുപറ്റി, കണ്ണൂരിലെ പാർട്ടി തെറ്റുപറ്റി, ശ്യാമളയെ നിർത്തിയത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണേട്ടനോട് കണക്ക് കൃത്യമായി പറയണമായിരുന്നു, ജനങ്ങളെ ബോധ്യപ്പെടുത്തണമായിരുന്നു എന്ന് പറയാൻ നട്ടലിലുള്ള ഒരാൾ ഈ സെക്രട്ടേറിയറ്റിലുണ്ടോ? ഒരാൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടോ? പിന്നെ എവിടുന്ന കറക്ഷൻ പറയാ? പിണറായി വരുമ്പോൾ ഇവരെല്ലാവരും ഇട്ടും തൊഴും. അങ്ങനെ തൊഴുന്ന, അതാണ് പ്രശ്നം. പിണറായിയുടെ മുഖത്ത് നോക്കി, MV ഗോവിന്ദന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ഒരു ജയരാജനും ഇല്ല, ഒരു നേതാവും ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അടിവലി നടക്കും. അപ്പം നടത്തിയത് നേതാക്കന്മാർക്ക് അതൃപ്തി ഉണ്ടാവും, അവർക്ക് നേരിട്ട് പറയാൻ പറ്റില്ല, അപ്പൊ അടിവലി നടത്തും. ഇപ്പൊ നാട്ടിൽ മുഴുവൻ പോസ്റ്റർ വരുന്നു, പിണറായി വിജയനെതിരായി, MV ഗോവിന്ദനെതിരായി. ആള് കാണാണ്ട പോസ്റ്റർ ഒട്ടിക്കണേ. പാവം കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും, എന്തിനെ ധർമ്മടത്ത് മത്സരിച്ച റഷീദിന് പോലും എല്ലാ സ്ഥലത്തും പോസ്റ്റർ ഒട്ടിക്കാൻ കഴിഞ്ഞില്ല. കാര്യമായി പോസ്റ്റർ ഒട്ടിക്കാതെയാണ് ഈ പറഞ്ഞ വലിയ വലിയ വോട്ട് ചോർച്ചയുണ്ടായത്, വോട്ട് UDF-ന്റെ ഭാഗത്ത് കിട്ടിയത്. പോസ്റ്റർ ഒട്ടിക്കാൻ പോലും പറ്റില്ല, പാർട്ടി ഗ്രാമങ്ങളിൽ ചെല്ലാൻ പറ്റില്ല, ചെന്നാലൊക്കെ തല്ലിപ്പൊളിച്ച് കളയും. നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയ ഭാഗ്യം എന്നുള്ളൂ. ഇപ്പൊ കുഞ്ഞികൃഷ്ണേട്ടൻ തോറ്റുപോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ പോലും ഇപ്പൊ ബാക്കി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. ഭാഗ്യം കൊണ്ട് അദ്ദേഹം MLA. ഇതിനു മുമ്പ് കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് അന്ന് അദ്ദേഹം എതിർപ്പ് പറഞ്ഞ കാലത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. എന്താ കാര്യം? ജീവൻ നിലനിർത്താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. ചുരുങ്ങിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നവരെങ്കിലും ജീവൻ കിട്ടും. ഇപ്പോ MLA ആയി, ഇനിയിപ്പോ അത്ര എളുപ്പമല്ല. അപ്പൊ ആ അർത്ഥത്തിൽ ഉള്ള ഒരു പാർട്ടിയാണോ ഇവിടെ വേണ്ടത്? പാർട്ടി അച്ചടക്കം എന്ന് പറഞ്ഞാൽ സംഘടനാപരമായ അച്ചടക്കമല്ല, മോളിൽ നിന്ന് പറയുന്ന മുഴുവൻ അംഗീകരിക്കലല്ല, ഞങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും, അതാണ് നടക്കാത്തത്. പാർട്ടിക്കാരോട് സ്വതന്ത്രമായി പെരുമാറാൻ കഴിയുന്നില്ല, അവർക്ക് സ്വതന്ത്രമായി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നില്ല. ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കടാന്നാ പറയുന്നത്. അങ്ങനെ പറയുന്ന കടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോദിക്കട, ഇങ്ങനെയൊക്കെയാണോ പറയുക? കൊടിയേരി ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ പറയൂ? ഇങ്ങനൊരു ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കാലത്ത് വേണ്ട, ഏതെങ്കിലും സമയത്ത് പറയൂ വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറയൂ? പറയില്ല. ഈ ഗോവിന്ദൻ പറയുന്ന പോലെയുള്ള വർത്താനം കൊടിയേരി പറയൂ? പറയില്ല. അതുകൊണ്ടായിരിക്കണം പാർട്ടി അണികളിൽ ഇത്ര ശക്തമായ പ്രതിരോധം വരുന്നു, പ്രതിഷേധം വരുന്നു. ഇതിനെങ്ങനെയാണ് ഉൾക്കൊള്ളുക? തെറ്റുതിരുത്തും. എവിടെ തെറ്റുതിരുത്തും? ഞാൻ ചോദിക്കട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തെറ്റുതിരുത്തി. എവിടെ തിരുത്തി? ഈ 4 മാസം മുമ്പാണ് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്. അപ്പോഴും പറഞ്ഞു ഞങ്ങൾ തെറ്റുതിരുത്തും. എവിടെ തിരുത്തി? അതിനേക്കാൾ വലിയ തെറ്റല്ലേ പിന്നെ ചെയ്തത്?
തദ്ദേശ തെരഞ്ഞെടുപ്പ് അവിടെ ധൈര്യം എന്താണെന്ന് വെച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കണ്ണൂർ വോട്ട് പോയില്ല എന്നുള്ളൊരു ധൈര്യമാണ്. ഇപ്പൊ എവിടെയാ പോയത് വോട്ട്? കണ്ണൂരിൽ, എല്ലാ സ്ഥലത്തും പോയി. കണ്ണൂരിൽ, ആലപ്പുഴയിൽ, തിരുവനന്തപുരത്ത്, കൊല്ലത്ത് ഒക്കെ പോയില്ലേ വോട്ട്? എന്ത് ഇതിൽ ചോർച്ചയാണ്. മാത്രമല്ല കുറെ വോട്ട് BJPയിലേക്കും പോയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വോട്ടിന്റെ നിലവാരം നോക്കിയാൽ അറിയാം. പല മണ്ഡലത്തിലും ചാത്തന്നൂരൊക്കെ LDFന്റെ വോട്ട് കുറഞ്ഞത് UDFന് കുറച്ച് കൂടി, എന്നിട്ടും ചാത്തന്നൂര് BJP ജയിക്കുന്നു. അത്രയും കുറവ് LDFനുണ്ടായി. കാരണം അത്ര വോട്ട് വലിച്ചു പോയി LDFിൽ നിന്ന്. കടകംപള്ളിയുടെ വോട്ട് വലിച്ചു പോയില്ലേ? 27,000 വോട്ട് കിട്ടിയ ജയിച്ച കടകംപള്ളി എവിടെയുണ്ട്? എവിടെയാ ഇപ്പൊ ബാക്കി വോട്ട്? എവിടെ? നേമത്ത് ശിവൻകുട്ടിയുടെ വോട്ട് പോയില്ലേ? എവിടേക്കാ പോയേ? രാജീവ് ചന്ദ്രശേഖരനും V മുരളീധരനും അതുപോലെയുള്ള ആളുകൾക്ക്, ഗോപകുമാറിനും ഒക്കെയാണ് വോട്ട് പോയത്. അപ്പൊ തീർച്ചയായിട്ടും പാർട്ടി കറക്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് പാർട്ടി പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്നൊക്കെ എല്ലാ കാലത്തും പറയും. പ്ലീനം നടത്തി തിരുത്തൽ വരുത്തും എന്ന് പറയും. ഒരു തിരുത്തലും വരുത്താൻ ഇന്ന് പാർട്ടിക്ക് ശേഷിയില്ല. വേണമെങ്കിൽ അങ്ങേയറ്റം ജനാധിപത്യപരമായി പാർട്ടി മാറണം. അങ്ങനെ മാറാനുള്ള സാധ്യത കുറവാണെന്നാണ്. കാരണം ഇപ്പൊ പാർട്ടി നേതൃത്വത്തിലുള്ള ആരും ഒരു ജനാധിപത്യം അംഗീകരിക്കുന്നവർ അതിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് തുറന്നു പറയാൻ ധൈര്യവുമില്ല. അതുകൊണ്ട് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിൽ തെറ്റും പറയാൻ പറ്റില്ല.